ഹായ്, ഇന്ന് നമുക്ക് സ്ട്രീറ്റ് ഫുഡായ പാനിപൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 കപ്പ് ആട്ട, അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ, ഒരു 2-3 സ്പൂണ് റവ, നന്നായി മിക്സാക്കുക. ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നന്നായി കുഴയ്ക്കുക. ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടി കുഴയ്ക്കുക. നല്ല സ്മൂത്തായി കുഴക്കണം കേട്ടോ. കുറേ സമയം കുഴയ്ക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് മൂടി വെക്കുക. 1 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇനി ഇതിൻ്റെ ചമ്മന്തി, അതായത് മസാലകളെല്ലാം ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് പുളി ഇട്ട് വയ്ക്കുക. അതേപോലെ അതിന് വേണ്ട ഉരുളക്കിഴങ്ങ് ഞാൻ നല്ലോണം കട്ട് ചെയ്ത് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിക്കുകയാണേ. ഒരു പാത്രത്തിൽ ഒരു 2 സ്പൂണ് വെള്ളവും ഒരു ആണി ശർക്കരയും ഒരു 5-6 ഈത്തപ്പഴവും വെച്ച് വേവിക്കുക. പിന്നീട് അതിന് വേണ്ട പച്ച ചമ്മന്തിയില്ലേ, അതുണ്ടാക്കുകയാണേ. അതിന് കുറച്ച് മല്ലിയില, ഇഞ്ചിയുടെ ഒരു കഷ്ണം, 2-3 പച്ചമുളക്, എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം, കുറച്ച് ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക. നമ്മൾ നേരത്തെ വെച്ച ആ ഈത്തപ്പഴത്തിനകത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്നുകൂടി തിളപ്പിക്കണേ. അതിനകത്തേക്ക് കുറച്ച് പുളി, നേരത്തെ ഇട്ട് വെച്ച പുളിയില്ലേ, അതും കൂടി ചേർത്ത് ഒന്നുകൂടി വേവിക്കുക. നമ്മൾ നേരത്തെ വെച്ച ഉരുളക്കിഴങ്ങ് ദാ വെന്തു. അതിലേക്ക് ചേർക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ചതാണ് ഉള്ളിയും മല്ലിയിലയും. നമ്മളെ ഈത്തപ്പഴം വെന്തു തണുത്തതിന് ശേഷം നല്ലോണം മിക്സിയിലിട്ട് അരച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചെടുക്കുക, കൈ കൊണ്ടോ തവി കൊണ്ടോ. പിന്നീട് അതിലേക്ക് കുറച്ച് മല്ലിയില, വലിയുള്ളി ചെറുതായി അരിഞ്ഞിട്ടത്, നന്നായി മിക്സാക്കുക. പൂരി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. നേരത്തെ കുഴച്ച് വെച്ച മാവ് ഒന്നുകൂടി ഒന്ന് കുഴയ്ക്കുകയാണ്. സ്മൂത്തായിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് ചെറിയ ബോളുകളാക്കി ഇങ്ങനെ ഒരു കവറോ എന്തെങ്കിലും ഇലയോ വെച്ചിട്ട് നമുക്കത് പ്രസ് ചെയ്തെടുക്കാം. ഇങ്ങനെ റൗണ്ടായിട്ട് കിട്ടും. കുഞ്ഞ് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒരു പാത്രം കൊണ്ട് നമ്മളിത് കട്ട് ചെയ്യുകയാണ്. ചൂടായ എണ്ണയിലേക്ക് ഇട്ടു. പൂരി റെഡിയായി. നല്ല ഗോൾഡൻ കളറായിട്ട് എടുക്കണം. പിന്നെ അതിനകത്തേക്ക് വേവിച്ച് വെച്ച കടല ഇടാൻ മറന്നു പോയിരുന്നു കേട്ടോ. അതാദ്യം ഇതായിട്ടു. ഇനി അതിലേക്ക് നിറയ്ക്കാനുള്ള ഫില്ലിങ്സ് ഇടാം.
നേരത്തെ തയ്യാറാക്കി വെച്ച പച്ചച്ചട്ടിണി, ഈത്തപ്പഴം കൊണ്ടുള്ള ചട്നി, പിന്നെ കുറച്ച് മിക്സ്ചർ നമ്മളിതിലേക്ക് ഇതെല്ലാം ചേർക്കുകയാണേ. ഉരുളക്കിഴങ്ങ് ചേർത്തു, പച്ചച്ചട്ടിണി ചേർത്തു, ഈത്തപ്പഴത്തിൻ്റെ ചട്ടിണി ചേർത്തു, മിക്സ്ചർ ഫസ്റ്റിലിട്ടിരുന്ന് കാണിക്കാൻ വിട്ടുപോയതാണ്. അടിപൊളി പാനിപ്പൂരി, സൂപ്പർ ടേസ്റ്റ് ആട്ടോ.